ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നിങ്ങളുടെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ നിങ്ങളിലേക്ക് ഇപ്പോൾ തപസ്യേന വരുന്നത് എന്താണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് റെമഡികൾ എല്ലാ ദിവസവും പറയാറുണ്ട്, അത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ഭക്ഷണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറഞ്ഞു മെഡിറ്റേഷൻ ഒരു ദിവസം ചെയ്തില്ല, കാരണം ഇറച്ചിയോ മീനോ കഴിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇറച്ചി കഴിച്ചാലും മീൻ കഴിച്ചാലും എന്ത് കഴിച്ചാലും മെഡിറ്റേഷൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കണം. കൂടുതലും ചെയ്യേണ്ട, ഒരു 5-10-15 മിനിറ്റൊക്കെ ചെയ്താൽ മതി. വെറുതെ ബ്രീത്ത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളങ്ങനെ കുറച്ച് കാലം ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ധാരാളം ധാരാളം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട. അതിനൊക്കെ വരുന്നതിന് സ്വീകരിക്കുക, ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ പോകെ ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് ഏകദേശം ശാന്തമായി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് കൺട്രോളിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ടൈം നീക്കി കുറച്ച് നീട്ടി ഇപ്പോൾ, അതായത് 5 മിനിറ്റ്, 10 മിനിറ്റ് ആക്കാം, 15 മിനിറ്റ് ആക്കാം, 20 മിനിറ്റ് ആക്കാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇതെങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ചെയ്തു തന്നാൽ, അതായത് വെറുതെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ശരീരം ഉയരുന്നതും താഴുന്നതും ശ്വാസം പോകുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു 1 ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ജനിച്ചത് എന്തിനാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്നത്. പിന്നെ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് യാതൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. അതായത് ദുഃഖമോ കോടികളടിച്ചാൽ പോലും നിങ്ങൾക്ക് അധികം സന്തോഷം ഉണ്ടാകത്തില്ല. എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകത്തില്ല. അതായത് ഒരു വേഗത എല്ലാം ഒരേപോലെ കാണാൻ സാധിക്കും. അതാണ് ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോഹത്തിന് വളരെ പ്രത്യേകത ഉണ്ടാകും, തേജസ് ഉണ്ടാകും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, അത് മെയിനായിട്ട് ചെയ്യേണ്ടത് ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ശരിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യണ്ട. മെയിനായിട്ട് ആരെയും ജഡ്ജ് ചെയ്യണ്ട. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളതാണ്. അവരാരെയും കുറ്റം പറയണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി ആരെയും കുറ്റം പറയുകയോ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോൾ എന്നിട്ട് നിരാശപ്പെടുകയോ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക, നെഗറ്റീവായിട്ട് പറയാതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ പോകാതിരിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെയൊക്കെ വന്നാൽ അവരെ ഒഴിവാക്കുക. നിങ്ങളുടെ സമയം കൊല്ലുന്നവരെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് പോവുക, പോസിറ്റീവ് ആൾക്കാരെ മാത്രം കണക്ട് ചെയ്യുക, നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു നോക്കാം. പാസ്റ്റ് കിട്ടിയിരിക്കുന്ന നമുക്ക് 4 ഓഫ് സോഡാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ വളരെ റെസ്റ്റിലായിരുന്നു, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ റെസ്റ്റിലായിരുന്നു, വളരെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരുന്നേക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹെൽത്ത് പരമായിട്ട് കുറച്ച് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നിങ്ങൾ കുറച്ച് ഡൗണായി കിടക്കുമായിരുന്നു. അതാണ് ഈ പാസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രസൻറ്റ് എന്താണെന്ന് നോക്കുന്നു. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾ കുറച്ച് പുതിയ ബിസിനസ്സോ പുതിയ എന്തെങ്കിലും പഠിക്കുവാനോ പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള നിങ്ങൾക്ക് ചിന്താഗതിയുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയിലാണ്. ഇപ്പം നിങ്ങൾ എന്തൊക്കെയോ സംരംഭങ്ങൾ തുടങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സാമ്പത്തികമായിട്ടോ ജീവിതപരമായിട്ടോ ഒക്കെ മുന്നോട്ടോ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി മുന്നോട്ട് പോകാനോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കുകയും, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 9 ഓഫ് വൺസ് ആണ്. 9 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൻ്റെ ഇപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് വരണം. 9 എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. പിന്നെ അടുത്തത് 10ലേക്ക് പോകും. 10 ആകുമ്പോഴത്തേക്ക് വീണ്ടും 1 ആണ്. അപ്പോൾ ഇത് എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും ദുരിതങ്ങൾക്കൊക്കെ ഒരു എൻഡിങ് വരികയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അടുത്ത് തന്നെ വരുന്ന എന്താണ് നന്മയെന്ന് ചോദിച്ചു. നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇത് മേജർ ആർക്കന കാർഡാണ്. ഇത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഇത് ചാരിയറ്റാണ്. അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നല്ലൊരു കറേജ് വരുന്നുണ്ട്, നല്ലൊരു ഫിനാൻഷ്യലി ഗ്രോത്ത് വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വളരെ ധൈര്യപൂർവ്വം കാണാവുന്നൊരു തേരാളിയെ പോലെ പോകുന്നത് കണ്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നല്ലത് തന്നെയാണ് ഈ എല്ലാ കാർഡുകളും കാണിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ നല്ല രീതിയിൽ പോകുന്നുണ്ടാകാം, നല്ല ചിന്തിക്കുന്നുണ്ടാകാം. പിന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വന്ന് കയറിയുള്ള ഒരു കർപ്പൂരം എടുത്ത് നിങ്ങൾ ഒഴിഞ്ഞ് പുറത്ത് കത്തിച്ച് കളയുക. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് എനർജി പോകും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഡിറ്റേഷനൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതേ വഴിയെ പോലെ പറഞ്ഞു തന്നേക്കാം. അതൊക്കെ ഓരോന്നോരോന്ന് ചെയ്യുക.
മറ്റുള്ളവരുടെ ബ്രാക്കോ നോട്ടോ കണ്ണേറോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പ്രാക്ടീസ് ഉള്ള പ്രാക്ടീസുള്ള മെഡിറ്റേഷനൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.